വിൻസെന്റ് MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിൻസെന്റ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്? വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയെന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇന്ന് എല്ലാവരും ഇന്ന് വളരെയധികം തേച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് ഈ ഒരു ദാരുണമായ അന്ത്യമുണ്ടായിട്ടുള്ളത്. അവിടെ ഞാൻ രാവിലെ പോകുമ്പോൾ പോലീസ് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. അതിനുശേഷം പോലീസ് തന്നെയാണ് വിളിച്ചു വരുത്തുകയും ഫയർഫോഴ്സ് വന്ന് കിണർ പരിശോധിച്ചപ്പോഴാണ് ഈ കുഞ്ഞ് കിണറിനകത്തുള്ളതായിട്ട് കണ്ടെത്തുകയും മൃതദേഹം അതിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും ചെയ്തു. ഇതൊരു സ്വാഭാവികമായി വീണതായിട്ട് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. വളരെ ദുരൂഹമാണ് ആ സംഭവങ്ങൾ. അത് രാവിലെ തന്നെ ഒരു 5 മണിയോടുകൂടി ആ വീട്ടിൽ തന്നെയുള്ള ഒരു മുറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അവിടെ മണ്ണെണ്ണയുടെ സ്മെല്ല് അനുഭവപ്പെട്ടിരുന്നു എനിക്ക്, ഞാൻ അവിടെ പോയപ്പോൾ. അപ്പൊ അത് അണയ്ക്കാൻ പോയി, അണച്ചു കഴിഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അന്വേഷിക്കുന്നത്. അപ്പൊ കുഞ്ഞിനെ കാണുന്നില്ല. ഈ മണ്ണെണ്ണയുടെ സംഭവം ശ്രീ വിൻസെന്റ്, ഈ മണ്ണെണ്ണയുടെ മണം അതെന്തായിരുന്നു സംഭവം? എന്താണ് അവർ പറയുന്നത്? അല്ല, അതിന് വീടിനടുത്ത് മുറി കത്തി എന്ന് വേണം പറയുന്നത്. അപ്പൊ ഞാൻ പോയി നോക്കി, അവിടെ എല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ട്. വീടിനകത്ത് തന്നെ? വീടിനകത്ത് ഒരു മുറിക്കുള്ളില്. ഓ, അത് ശരി. ആ സമയത്ത് തന്നെയാണ് കുഞ്ഞിനെ നോക്കിയ, കുഞ്ഞിനെ കാണുന്നില്ല എന്നാണ് അവര് പറഞ്ഞത്. ആ വീടിനകത്ത് ഒരു മുറിയിൽ കാര്യമായി എന്തോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെ? എന്തോ കത്തിച്ചതല്ല, അവിടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങള് അവരെ കത്തിച്ചു. ഓ, അപ്പൊ അതായത് ആ ശ്രദ്ധ തിരിച്ച സമയത്ത് ഈ കുഞ്ഞിനെ കാണാതാവുകയാണ്. ശ്രദ്ധ തിരിച്ചതാണോ എന്നൊന്നും ഒരു വിലയിരുത്തലിലേക്ക് ഞാനിത് കിടക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇത് വളരെ ദുരൂഹമാണ്. ഇത് എന്തായാലും പോലീസ് ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇവരോട് താങ്കൾ സംസാരിച്ചിരുന്നോ, ഈ കുട്ടികളുടെ ബന്ധുക്കളോട്? ഞാൻ അമ്മയോട് സംസാരിച്ചു. അവർ പറഞ്ഞ വിവരമാണ്, ഇത് തീപിടുത്തം ഉണ്ടായെന്ന്. ഞങ്ങൾ അണയ്ക്കാൻ പോയി, വെള്ളം ഒഴിച്ച് അണച്ചു. അപ്പോഴാണ് ഈ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞുങ്ങളുണ്ടോ നോക്കി. അപ്പൊ അമ്മമ്മ പോയി നോക്കിയപ്പോ കുഞ്ഞുങ്ങളുണ്ട്. കാരണം മൂത്ത കുട്ടി കിടക്കുകയാണ്. അപ്പൊ ഇളയ കുട്ടി ഉണ്ടോ എന്ന് പറഞ്ഞു. വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഇളയ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു. ഈ അമ്മ പറയുന്നത് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛന് ഉറങ്ങിക്കിടക്കായിരുന്നു, കണ്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അച്ഛൻ പറയുന്നത്. ഈ നിലയിലൊക്കെയാണ്. അതായത് നമുക്കൊരു യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള എന്ന് അമ്മ പറയുന്ന കാര്യങ്ങളാണ്. അമ്മയും പറഞ്ഞ കാര്യങ്ങളാണ്. അച്ഛനെ കണ്ട് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കുടുംബത്തെ പറ്റി താങ്കൾക്ക് അവിടെ നിന്ന് വല്ല വിവരങ്ങളും കിട്ടുന്നുണ്ടോ? അവര് വേറെ സ്വാഭാവികമായിട്ട് വേറെ ഇതൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ അവരിവിടെ വാടകയ്ക്കാണ് അവര് വന്ന് താമസിക്കുന്നത്. എന്തായാലും വിശദമായ പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ. ഇങ്ങനൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ നാട്ടുകാരും കാത്തിരിക്കുകയായിരിക്കും. വളരെ നന്ദി ശ്രീ എം വിൻസെന്റ്. പറഞ്ഞോളൂ സർ. എം വിൻസെന്റ് MLA ആണ് സംസാരിച്ചത്. ഓരോരോ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ദുരൂഹതയുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇപ്പോൾ അവിടെ രാവിലെ എത്തി ഈ ബന്ധുക്കളോട് സംസാരിച്ച എം വിൻസെന്റ് MLA പറയുന്നു, ആ വീട്ടിനകത്ത് ഒരു മുറിയിൽ ഒരു മണ്ണെണ്ണയുടെ മണം അവിടെ എന്തോ കത്തിപ്പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അത് അണയ്ക്കാൻ വേണ്ടി അമ്മയും അമ്മൂമ്മയും അത് അണച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കാണുന്നു, മറ്റേ കുഞ്ഞ് അവിടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ കുഞ്ഞില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ, അച്ഛന്റെ സമീപത്താണ് ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്, അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ കണ്ടില്ലെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ വളരെ 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 ദുരൂഹമായ വിവരങ്ങളാണ് വരുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നതൊക്കെ ഇനി വിശദമായ ഒരു പരിശോധനയിൽ മാത്രമേ പോലീസിനും പറയാൻ കഴിയുകയുള്ളൂ. പല